എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവശബ്ദത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കേട്ട ദൈവശബ്ദം ഇങ്ങനെയായിരുന്നു: God will take some great decision for us without our permission. അതായത് നമ്മുടെ അനുവാദമോ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ, നമ്മോട് ചോദിക്കാതെ ദൈവം ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവെ ഒന്ന് വ്യക്തമാക്കാമോ? എനിക്കതൊന്ന് വ്യക്തമാകണം. ഉടനെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആലോചന ഇങ്ങനായിരുന്നു: ഇസ്രയേലിലെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിനെ അവിടുന്ന് മാറ്റി പകരം ദാവീദിനെ രാജാവാക്കുവാൻ ശ്രമിച്ച കാലം. ഇത് ദൂതായി ശമൂവേലിനോട് പറയുന്ന ഇങ്ങനെയാണ്: ശമൂവേലേ, ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. നീ അവിടെ ചെന്ന് അവനെ അഭിഷേകം ചെയ്യണം. ശമൂവേൽ പ്രവാചകനോട് പറയുമ്പോൾ എന്റെ ചോദ്യം, കർത്താവേ, ഇത് ദാവീദിനോട് ചോദിച്ചായിരുന്നു. ദാവീദെ, നിനക്ക് താല്പര്യമുണ്ടോ? നിനക്കത് ഇഷ്ടമാണോ? പക്ഷെ ചോദിച്ചില്ല. ദാവീദ് അറിഞ്ഞിട്ട് പോലുമില്ല. മാത്രമല്ല, ഇശായി അറിഞ്ഞില്ല. ദാവീദിന്റെ സഹോദരന്മാരോ മാതാപിതാക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ എന്തിനേറെ പറയുന്നു, ദാവീദിനെ പ്രാർത്ഥിച്ചൊരുക്കുവാൻ പോകുന്ന ശമൂവേലിന് പോലും അറിയില്ല ഇതാരാന്ന്. മക്കളിൽ ഒരുവൻ എന്നേ അറിയൂ. ഇന്ന് ഞാനൊരു കാര്യം പറയാം. ഞാൻ പാസ്റ്ററായത് എന്റെ ഇഷ്ടമായിരുന്നില്ല, എന്റെ തീരുമാനമായിരുന്നില്ല. ഇതുപോലൊരു ദൈവ തീരുമാനമായിരുന്നു. എന്നോട് ചോദിക്കാതെ, എന്റെ ഇഷ്ടം ചോദിക്കാതെ ദൈവമെടുത്ത തീരുമാനം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല നന്മകളും എന്റെ എല്ലാ ശ്രേഷ്ഠതകൾക്കും ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വലിയ ചില തീരുമാനങ്ങൾ നിങ്ങളെക്കുറിച്ച് ദൈവം എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത, നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത വലിയ ചില തീരുമാനങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നു. വിശ്വസിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കർത്താവിന്റെ അത്ഭുതം കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.